ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ആർ ഓഫ് എക്സിന്റെ കൂടെ ആഡ് ചെയ്ത് മറ്റേതെങ്കിലും ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞു. ഇവിടെ നോക്കുക, ഇവിടെ ആർ ഓഫ് എക്സിന്റെ സൈഡിൽ എന്താ, ആർ എച്ച് എസിന്റെ സൈഡിൽ എന്താണ് e⁻x+2 എന്നാണ് കിടക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിനകത്തൊക്കെ എന്തെങ്കിലും ഇപ്പൊ 2e⁻3x എന്നോ അല്ലെങ്കിൽ cos 3x എന്നോ അല്ലെങ്കിൽ sin 3x എന്നോ അല്ലെങ്കിൽ cos x എന്നോ അപ്പൊ അങ്ങനെ ഒറ്റ ടേം ഉള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു e⁻x+2 യൂസിങ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, y ഈസ് ഈക്വൽ ടു yc പ്ലസ് yp ആണല്ലോ. yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ കാണുന്നത്? ഓക്സിലറി ഇക്വേഷൻ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് റൂട്ട് കാണുന്നു. ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്, m² + 2 ഈസ് ഈക്വൽ ടു 0, m² ഈസ് ഈക്വൽ ടു -2, m ഈസ് ഈക്വൽ ടു ±√2i എന്നാണ് കിട്ടുന്നത്. അപ്പോൾ yc എന്ത് കിട്ടുന്നു, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു, c1 cos √2x പ്ലസ് c2 sin √2x എന്ന് കിട്ടുന്നു. അപ്പൊ ഇത് yc ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ, പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം, പി ഐ കാണണം. പി ഐ കാണാനായിട്ട് ട്രയൽ സൊല്യൂഷൻ എഴുതുക. ട്രയൽ സൊല്യൂഷൻ. അപ്പോൾ ട്രയൽ സൊല്യൂഷൻ എന്താ, ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, e⁻x+2 ആണ്. ഇപ്പൊ e⁻x+2 എന്ന് പറയുമ്പോൾ ട്രയൽ സൊല്യൂഷൻ എന്താ, yp ഈസ് ഈക്വൽ ടു e⁻x ന്റെ ട്രയൽ സൊല്യൂഷൻ എന്താണ്, e⁻x എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് e⁻x കൊടുക്കാം, പ്ലസ് 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ കോൺസ്റ്റന്റ് ട്രയൽ സൊല്യൂഷൻ എന്താണ്, b. ഓൾറെഡി നമ്മൾ a കൊടുത്തു, അതുകൊണ്ടാണ് b കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ y ഈസ് ഈക്വൽ ടു e⁻x+b എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്താ കിടക്കുന്നത്, y ഡബിൾ ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു e⁻x+2 എന്നുള്ള ഫോർമുല. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. അതിനുശേഷം y ഡബിൾ ഡാഷ് കണ്ടിട്ട് ആ y ഡബിൾ ഡാഷും y-യുടെയും വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊടുത്ത് സോൾവ് ചെയ്ത് നമ്മൾ a-യുടെയും b-യുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഇവിടുത്തെ y-ക്കകത്തുള്ള yp-ക്കകത്തുള്ള a ക്യാപിറ്റൽ a-യുടെയും ക്യാപിറ്റൽ b-യുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, y ഡാഷ് എന്ത് കിട്ടുന്നു, e⁻x എന്നാണ് കിട്ടുന്നത്. അപ്പൊ y ഡബിൾ ഡാഷ് എന്ത് കിട്ടുന്നു, e⁻x എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു, ഇക്വേഷൻ നമ്പർ 1-നകത്തോട്ട് കൊടുക്കുമ്പോൾ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ e⁻x+2 ഇൻറ്റു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, y e⁻x+b ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു e⁻x+2. സോൾവ് ചെയ്യുമ്പോൾ e⁻x+2a e⁻x+2b ഈസ് ഈക്വൽ ടു e⁻x+2 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യണത്, ഇനി കോഎഫിഷ്യന്റ് ഓഫ് e⁻x, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എന്താ e⁻x-ന്റെ എന്താണ് വരുന്നത്, കോഎഫിഷ്യന്റ് a+2a അല്ലേ. a+2a എന്താ, 3a. 3a ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ എന്തുകൊണ്ട് എത്ര e⁻x ഉണ്ട്, ഒരെണ്ണമാണുള്ളത്. ഓക്കെ, അപ്പൊ a ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടുന്നു. ഒരു കോൺസ്റ്റന്റ് ടൈം എന്താണ്, LHS സൈഡില് 2b ആണുള്ളത്, 2b. റൈറ്റ് സൈഡിലോ കോൺസ്റ്റന്റ് ടൈം എന്താ, 2 ആണുള്ളത്. ഓക്കെ, ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്, അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളേ. അപ്പൊ b ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, 2/2 1 എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മുടെ yp എന്ത് കിട്ടി, yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 e⁻x പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഓക്കെ, a-യുടെയും b-യുടെയും വാല്യൂ കണ്ടുപിടിച്ചു. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു yc പ്ലസ് yp ഈസ് ഈക്വൽ ടു, yc എന്തായിരുന്നു, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ c1 cos √2x പ്ലസ് c2 sin √2x പ്ലസ് 1/3 e⁻x പ്ലസ് 1 എന്നാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു x പ്ലസ് 1. മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പൊ സൊല്യൂഷൻ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, നമ്മുടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, yc പ്ലസ് yp ആണ്. ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം. അതിനായിട്ട് ഓക്സിലറി ഇക്വേഷൻ എന്താ വരുന്നത്, m² പ്ലസ്
3m plus 2 is equal to 0. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എം is equal to -2 -1 എന്നാണ് കിട്ടുന്നത്. അപ്പൊ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc എന്ത് കിട്ടുന്നു? c1 e raised to -2x പ്ലസ് c2 e raised to -x എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് yp എടുക്കണം. yp കാണുന്നത് എങ്ങനെയാണ്? ട്രയൽ സൊല്യൂഷൻ എങ്ങനെയാണ് yp എടുക്കുന്നത്? ഇവിടെ നോക്കുക, ഇവിടെ r of x എന്ന് പറഞ്ഞാൽ x plus 1 ആണ്. അപ്പൊ x plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിനോമിയൽ ആണ്. അതായത് RHSന്റെ സൈഡിൽ പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ അതിലെ ഹയസ്റ്റ് ഡിഗ്രി ടേം ഏതാണെന്ന് നോക്കുന്നു. ഹയസ്റ്റ് ഡിഗ്രി ടേം ഏതാണ്? അപ്പോ അതിന്റെ ട്രയൽ സൊല്യൂഷൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് x plus 1 എന്നാണ് കിടക്കുന്നതെങ്കിൽ എക്സിന്റെ ട്രയൽ സൊല്യൂഷൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? പോളിനോമിയൽ വരുമ്പോൾ ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നായിരുന്നു നിങ്ങളുടെ RHSന്റെ സൈഡിലെങ്കിൽ നിങ്ങൾ ട്രയൽ സൊല്യൂഷൻ എക്സ് സ്ക്വയറിന്റെ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്? x plus 1 ആണ്. അപ്പൊ നമ്മൾ എക്സിന്റെ ട്രയൽ സൊല്യൂഷൻ മാത്രം എഴുതിയാൽ മതി, 1ന്റെ എഴുതേണ്ട ആവശ്യമില്ല. പോളിനോമിയൽ വരുന്ന കേസിലാണിത്. ക്ലിയർ ആണല്ലോ? പോളിനോമിയൽ വരുന്ന കേസിൽ നമ്മൾ ട്രയൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എക്സിന്റെ എഴുതിയാൽ മതി. ഓക്കെ, x plus 1 വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആയിരുന്നെങ്കിൽ അവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ടേമിന്റെ ട്രയൽ സൊല്യൂഷൻ എഴുതണം. അതായത് x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആയിരുന്നെങ്കിൽ എക്സ് സ്ക്വയറിന്റെ എഴുതണമായിരുന്നു. ഇവിടെ x ആണ്. അപ്പൊ എക്സിന്റെ എന്താണ് ട്രയൽ സൊല്യൂഷൻ? ax പ്ലസ് b ആണ്. ക്ലിയർ ആണല്ലോ? ax പ്ലസ് b. ഇനി നമുക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു x പ്ലസ് 1. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച് ഞാൻ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ y ഈസ് ഈക്വൽ ടു ax പ്ലസ് b ആകുമ്പോൾ y ഡാഷ് എന്ത് കിട്ടുന്നു? a എന്ന് കിട്ടുന്നു. y ഡബിൾ ഡാഷ് എന്ത് കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. അപ്പൊ ഇക്വേഷൻ നമ്പർ 1-നകത്ത് കൊണ്ട് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് 0a പ്ലസ് 3a പ്ലസ് 2 ഇൻറ്റു ax പ്ലസ് b ഈസ് ഈക്വൽ ടു x പ്ലസ് 1 എന്ന് കിട്ടുന്നു. 3a പ്ലസ് 2ax പ്ലസ് 2b ഈസ് ഈക്വൽ ടു x പ്ലസ് 1 എന്ന് കിട്ടുന്നു. അതായത് നിങ്ങൾ ആ x വരുന്ന ടൈം ആദ്യം എഴുതിയാൽ 2ax പ്ലസ് 3a പ്ലസ് 2b ഈസ് ഈക്വൽ ടു x പ്ലസ് 1. ഇനി എന്താണ്? ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്. അപ്പൊ എന്ത് കിട്ടുന്നു? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2a ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ 1. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി കോൺസ്റ്റന്റിന്റെയോ 3a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ നിന്നും a ഈസ് ഈക്വൽ ടു 1/2 കിട്ടുന്നു. ആ a ഈസ് ഈക്വൽ ടു 1/2 കൊണ്ടുപോയി കോൺസ്റ്റന്റിന്റെ ആ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 1/2 പ്ലസ് 2b ഈസ് ഈക്വൽ ടു 1. 2b ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/2. 2b ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/2 ഈസ് ഈക്വൽ ടു 2 മൈനസ് 3/2. അതായത് മൈനസ് 1/2 എന്ന് കിട്ടുന്നു. അപ്പൊ 2b ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ആകുമ്പോൾ b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? മൈനസ് 1/4 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ a ഈസ് ഈക്വൽ ടു 1/2 ഉം b ഈസ് ഈക്വൽ ടു മൈനസ് 1/4 എന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ yp എന്ത് കിട്ടുന്നു? yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax പ്ലസ് b അല്ലായിരുന്നോ? അപ്പൊ ഇത് കൊടുക്കുമ്പോൾ yp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2x പ്ലസ് മൈനസ് 1/4 എന്ന് കിട്ടുന്നു. അതായത് x/2 മൈനസ് 1/4. ഓക്കെ, yp കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ? y ഈസ് ഈക്വൽ ടു yc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yp പർട്ടിക്കുലർ ഇന്റഗ്രൽ വിച്ച് ഈസ് ഈക്വൽ ടു c1 e raised to മൈനസ് 2x പ്ലസ് ഒരു സെക്കൻഡ് ഇതെന്തായിരുന്നു? c1 e raised to മൈനസ് 2x പ്ലസ് c2 e raised to മൈനസ് x ആയിരുന്നു. c2 e raised to മൈനസ് x പ്ലസ് yp ആണ് x/2 മൈനസ് 1/4. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 യൂസിങ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? സൊല്യൂഷൻ ആദ്യം ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണുന്നു. അപ്പൊ m സ്ക്വയർ പ്ലസ് m ഈസ് ഈക്വൽ ടു 0
എം ഇൻറ്റു എം പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എം ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു, എം ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടുന്നു. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു? C1 e raised to 0x plus C2 e raised to -x, which is equal to yc, which implies yc is equal നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? C1 plus C2 e raised to -x എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം. അതിനായിട്ടുള്ള ട്രയൽ സൊല്യൂഷൻ നമ്മൾ എടുക്കണം. ട്രയൽ സൊല്യൂഷൻ yp. അപ്പൊ ഇവിടെ r of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RHSന്റെ സൈഡിൽ കിടക്കുന്ന ടൈം ഏതാ? x² പ്ലസ് 2xa പ്ലസ് 4 അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? പോളിനോമിയൽ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിന്റെ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളതിന്റെ yp മാത്രം എഴുതുക. ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണ്? x² അല്ലേ? അപ്പൊ x²ന്റെ yp മാത്രം എഴുതുക. x²ന്റെ yp എന്താണ്? ax² പ്ലസ് bxa പ്ലസ് c ആണ്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ഈ ഒരു ടേംസ് ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇതിൽ ഏതെങ്കിലും ടേംസ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ ax² ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. bx ഉണ്ടോ? അതായത് x എന്ന് പറഞ്ഞുള്ള ടേം ഉണ്ടോ? ഇല്ല. പക്ഷെ ഒരു c കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു c1 ഉണ്ട്. അതായത് ഒരു കോൺസ്റ്റന്റ് ടേം ഇവിടെ ഇതിലെ c എന്ന് പറയുന്നത് cfലുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇത് നമ്മളെ ട്രയൽ സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ന്യൂ ട്രയൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കാണുന്നത്? ന്യൂ ട്രയൽ സൊല്യൂഷൻ ypയിലേക്ക് ഒരു x മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ x ഇൻറ്റു ax² പ്ലസ് bxa പ്ലസ് c എന്നായി. അപ്പൊ നമ്മുടെ പുതിയ yp എന്ത് കിട്ടുന്നു? ax³ പ്ലസ് bx² പ്ലസ് cx എന്നായി മാറി. ഓക്കെ, ax³ പ്ലസ് bx² പ്ലസ് cx എന്നായി മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിനെ ഇപ്പൊ നമ്മൾ y ഈസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. y ഈസ് ഈക്വൽ ടു ax³ പ്ലസ് bx² പ്ലസ് cx എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ y ഡബിൾ ഡാഷ് ഒക്കെ കാണണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ സൈഡിലോട്ട് ഞാൻ എഴുതി വെക്കുന്നു. y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് ഈസ് ഈക്വൽ ടു x² പ്ലസ് 2x പ്ലസ് 4. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഈ 1-നകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ y ഡാഷ് വേണം. y ഡാഷ് എന്താണ്? a ഇൻറ്റു x³ ഡെറിവേറ്റീവ് എന്താണ്? 3x² അല്ലേ? അപ്പൊ കൊടുക്കുന്നു. അപ്പോൾ 3ax² പ്ലസ് 2bx, x² എന്താ? 2x അല്ലേ? അപ്പോൾ b ഇൻറ്റു 2x എന്താണ്? 2bx പ്ലസ് ca. y ഡബിൾ ഡാഷ് അപ്പൊ എന്ത് കിട്ടുന്നു? 3a ഇൻറ്റു 2x, അപ്പോൾ 6ax പ്ലസ് 2b. ഇത് രണ്ടും കൊണ്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-നകത്ത് വിടുക. 1 ഇംപ്ലൈസ് 6ax പ്ലസ് ba പ്ലസ് 3ax² പ്ലസ് 2bx പ്ലസ് ca, which is equal to x² പ്ലസ് 2x പ്ലസ് 4. ഇനി ഇവിടെ ഓരോ ടേമിന്റെ കോഫിഷ്യന്റ് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ എക്സിന്റെ ഒരു ടേം ഉണ്ട്, ഇവിടെ x²ന്റെ ഒരു ടേം ഉണ്ട്. എക്സിന്റെ 2 ടേം ഉണ്ട് അല്ലേ? എക്സ് വരുന്നത്. പിന്നെ കോൺസ്റ്റന്റ് എന്തുണ്ട്? ഒരു ബി ഉണ്ട്, ഒരു സി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം x² വരുന്നത് ആദ്യമില്ല. അപ്പൊ 3ax² എഴുതി. അടുത്ത എക്സ് വരുന്നത് എന്താ? 6a പ്ലസ് 2b ഇൻറ്റു എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ടൈം b പ്ലസ് സി is equal to x² പ്ലസ് 2x പ്ലസ് 4 എന്ന് എഴുതി. ഇനി കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ് അല്ലേ? കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ്. ആദ്യം നമുക്ക് x²ന്റെ കോഎഫിഷ്യന്റ് എഴുതാം. x²ന്റെ കോഎഫിഷ്യന്റ് എന്താ വരുന്നത്? 3a is equal to ഇവിടെ എന്താ? 1 ആണ്. x²ന്റെ ഒരു ടൈം അല്ലേ ഉള്ളൂ, അപ്പോൾ 1. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 6a പ്ലസ് 2b is equal to ഇവിടെ എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? 2 ആണ്. ഇനി കോൺസ്റ്റന്റ് എന്താണ് ഇവിടെ? b പ്ലസ് സി. b പ്ലസ് സി is equal to റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് എന്താണ്? 4 ആണ്. ഇത് സോൾവ് ചെയ്ത് അപ്പൊ a is equal to 1/3 എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ b ഇവിടെ എന്താണ്? എയുടെ വാല്യൂ നമ്മുടെ എക്സിനകത്ത് കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 1/3a പ്ലസ് 2b is equal to 2. ഇത് സോൾവ് ചെയ്ത് ഇത് വെട്ടിയിട്ട് 2 വന്നു. ഈ 2 അപ്പുറത്തോട്ട് നമ്മൾ 2 - 2 0 വന്നു. 2b is equal to 0 വന്നു. b is equal to 0 വന്നു. അപ്പൊ a is equal to 1/3 b is equal to 0 വന്നു. ഈ ബിയുടെ വാല്യൂ കൊണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ 0 പ്ലസ് c is equal to 4, c is equal to 4 എന്ന് കിട്ടും.
അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. നമ്മുടെ ട്രയൽ സൊല്യൂഷൻ എന്തായിരുന്നു? വൈ പി ഇസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ വൈ പി ഇസ് ഈക്വൽ ടു എ 1/3 എക്സ് ക്യൂബ് പ്ലസ് ബിയുടെ വാല്യൂ 0 ആണ്, അപ്പോൾ ആ ടൈം പോയി. അടുത്ത മൂന്നാമത്തെ ടൈം എന്താ? സിയുടെ വാല്യൂ 4, അപ്പോൾ 4x. ഇതാണ് നമ്മുടെ വൈ പി എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്താ പറയുന്നത്? y ഈസ് ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ആണ്. വൈ സി എന്തായിരുന്നു? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്തായിരുന്നു? C1 പ്ലസ് C2 e raised to x. C1 പ്ലസ് C2 e raised to x ആണ്. അപ്പോൾ അത് കൊടുക്കുന്നു. C1 പ്ലസ് C2 e raised to x ആണ്, മൈനസ് x ആണ്. ഒരു സെക്കൻഡ്, മൈനസ് എക്സ് ആയിരുന്നു, മൈനസ് എക്സ്. ഓക്കെ, മൈനസ് എക്സ് പ്ലസ് വൈ പി എന്താ? 1/3 എക്സ് ക്യൂബ് പ്ലസ് 4x. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് യൂസിങ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണുക. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാൻ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ചെയ്ത് നോക്കുക. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു 3 12 ബൈ 2a. അപ്പോൾ എന്ത് കിട്ടുന്നു? 2 പ്ലസ് 4 മൈനസ് റൂട്ട് മൈനസ് 8. അപ്പോൾ എന്ത് കിട്ടുന്നു? 2 റൂട്ട് 2i ബൈ 2. 2 വെട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 പ്ലസ് 4 മൈനസ് റൂട്ട് 2i എന്ന് കിട്ടുന്നു. ഓക്കെ, അതായത് കോംപ്ലക്സ് റൂട്ട് ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് C1 കോസ് റൂട്ട് 2x പ്ലസ് C2 സൈൻ റൂട്ട് 2x എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇതാണ്. ഒരു സെക്കൻഡ്, ഇത് വൈ സി ആണ്. വൈ സി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വൈ സി. എമ്മിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ എം ഈക്വൽ ടു അല്ല, വൈ സി ആണ്. വൈ സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് C1 കോസ് റൂട്ട് 2x പ്ലസ് C2 സൈൻ റൂട്ട് 2x. എമ്മിന്റെ വാല്യൂ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. എം ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പാർട്ടിക്കുലർ ഇന്റഗ്രൽ കാണണം. വൈ പി ട്രയൽ സൊല്യൂഷൻ. അപ്പോൾ ട്രയൽ സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ആണ് കിടക്കുന്നത് അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ്. അപ്പോൾ അതിന്റെ ട്രയൽ സൊല്യൂഷൻ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ട്രയൽ സൊല്യൂഷൻ എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. പ്ലസ് അടുത്ത എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സിന്റെ ട്രയൽ സൊല്യൂഷൻ നമുക്കറിയാം. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കെ കോസ് ബി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് അല്ലേ? ഓൾറെഡി ഇവിടെ എയും ബിയും സിയും കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞു. അടുത്ത അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഡി കോസ് എക്സ്. ഇവിടെ ഡി കോസ് എക്സ് പ്ലസ് ഇ സൈൻ എക്സ് എന്നാണ് എഴുതേണ്ടത്. അതായത് ഇവിടെ കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കുന്നത് എയും ബിയും സിയും കൊടുത്തു. നമ്മൾ ജനറലി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? കെ ഇൻറ്റു കോസ് ബി എക്സ് അല്ലായിരുന്നു. കെ കോസ് ബി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ട്രയൽ സൊല്യൂഷൻ വൈ പി പഠിച്ചിട്ടുള്ളത്? എ കോസ് ബി എക്സ് പ്ലസ് ക്യാപിറ്റൽ ബി സൈൻ ബി എക്സ് എന്നല്ലേ? ഇവിടെ നമുക്ക് എയും ബിയും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആ എക്സ് സ്ക്വയറിനകത്ത് എയും ബിയും കോൺസ്റ്റന്റ് കൊടുത്തു. പിന്നെ നമുക്ക് എ ബി സി കഴിഞ്ഞു. പിന്നെ ഡിയും ഇയും കൊടുത്ത് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയൽ സൊല്യൂഷൻ. ഇനി നമ്മൾ ഇത് എന്താ വൈ ഡബിൾ ഡാഷ് ഒക്കെ കാണണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വൈ ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് വിളിച്ചേ. ക്വസ്റ്റ്യനെ ആണ് വിളിക്കുന്നത്. അപ്പൊ ഇനി വൈ ഡാഷ് കാണുക. വൈ ഡാഷ് അതായത് തൊട്ട് മോളിൽ എഴുതിയ വൈ പിനെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 2ax പ്ലസ് ബി എ മൈനസ് ബി എ സൈൻ എക്സ് പ്ലസ് ഇ കോസ് എക്സ്. വൈ ഡബിൾ ഡാഷ് അപ്പോൾ എന്ത് കിട്ടുന്നു? 2a പ്ലസ് 0 വന്നു മൈനസ് ബി എ ഇൻറ്റു സൈൻ എക്സിന്റെ കോസ് എക്സ് വന്നു പ്ലസ് ഇ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് വന്നു. അതായത്
2a മൈനസ് b cos x മൈനസ് ഈ സൈൻ എക്സ് എന്ന് കിട്ടുന്നു y ഡബിൾ ഡാഷ്. അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് എടുക്കണം. ഓക്കെ, കമ്പയറിംഗ് ലൈക്ക് ടൈംസ്. ഓക്കെ, കോയിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇത് കൊടുക്കുമ്പോൾ y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y ഡബിൾ ഡാഷ് 2a മൈനസ് b cos x മൈനസ് e sin x മൈനസ് 2 ഇൻറ്റു y ഡാഷ്. y ഡാഷ് എന്തായിരുന്നു? 2ax പ്ലസ് ba മൈനസ് ba sin x പ്ലസ് e cos x പ്ലസ് 3 ഇൻറ്റു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? y മോളി നോക്കുക, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c പ്ലസ് d cos x പ്ലസ് e sin x d cos x പ്ലസ് e sin x is equal to x സ്ക്വയർ പ്ലസ് cos x എന്ന് എഴുതി. ഞാൻ താഴെ എഴുതിയ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കാണാൻ പറ്റുമോ? ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് വലിയൊരു സംഭവമാണ്. അപ്പൊ ശ്രദ്ധിച്ച് വേണം നമ്മൾ സൈൻ ഒക്കെ കൊടുക്കാനായിട്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആയി പോകും. അപ്പൊ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. അപ്പൊ നോക്കിയാൽ 2a മൈനസ് b cos x മൈനസ് c sin x മൈനസ് 2 അകത്തേക്ക് കേട്ടുമ്പോൾ 4ax മൈനസ് 2b മൈനസ് മൈനസ് അല്ല 2b കഴിഞ്ഞിട്ട് പ്ലസ് ആവും പ്ലസ് 2d sin x മൈനസ് 2e cos x പ്ലസ് 3ax സ്ക്വയർ പ്ലസ് 3bx പ്ലസ് 3c പ്ലസ് 3d cos x പ്ലസ് 3e sin x is equal to x സ്ക്വയർ പ്ലസ് cos x എന്നാണ് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഓരോന്നിന്റെ ടേമുകൾ നോക്കാം. ആദ്യം നമുക്ക് എക്സ് സ്ക്വയറിന്റെ എത്ര ടേം ഉണ്ടെന്ന് നോക്കാം. എക്സ് സ്ക്വയർ വരുന്നേ 3ax സ്ക്വയർ ഒരു ടേമേ ഉള്ളൂ. അതിപ്പോ ഞാൻ ആദ്യം എഴുതുന്നു. 3ax സ്ക്വയർ എഴുതുന്നു പ്ലസ് അടുത്ത എക്സ് വരുന്ന എത്ര ടൈം ഉണ്ടെന്ന് നോക്കുന്നു. എക്സ് വരുന്നേ മൈനസ് 4ax 2bx ഒരു 2 ടൈമാണുള്ളത്. അപ്പൊ അതെടുത്ത് വെള്ളിലിട്ടാൽ എക്സ് എടുത്ത് വെള്ളിലിട്ടാൽ ബ്രാക്കറ്റിനകത്ത് മൈനസ് 4a പ്ലസ് 3a അല്ലല്ലോ 3b ആണ് 3bx പ്ലസ് അടുത്ത ഏതാ? അടുത്ത നമുക്ക് കോസിന്റെ നോക്കാം അല്ലേ? കോസിന്റെ നോക്കി ഒരു സെക്കൻഡ്, ഞാൻ കളർ ഒന്ന് മാറ്റിക്കോട്ടെ. എടുക്കാം, റെഡ് എടുക്കാം. ഓക്കെ, കോസിനെ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു. കോസ് വരുന്നതാണേ. ഓക്കെ, ഇനി എഴുതിയാല് മൈനസ് ഡി എ മൈനസ് 2e പ്ലസ് 3da കോസ് എക്സ് പ്ലസ് അടുത്ത സൈൻ നോക്കുമ്പോൾ വേണ്ടേ 1 2 3. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനകത്ത് സൈനിന്റെ കോഎഫിഷ്യന്റ് മാത്രം എഴുതുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് സൈൻ നമ്മൾ വെളിയിൽ ഇടുന്നുണ്ട്. അപ്പൊ മൈനസ് ഇ പ്ലസ് 2d പ്ലസ് 3e സൈൻ എക്സ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക, കാണാൻ പറ്റുമോ? ഓക്കെ അല്ലേ? ഇനി താഴെ എഴുതുവാണ് പ്ലസ് അടുത്ത കോൺസ്റ്റന്റ് ടൈം നോക്കാം. 2a ഉണ്ട്, മൈനസ് 2b ഉണ്ട്, പിന്നെന്തുണ്ട്? ഒരു 3c ഉണ്ട് അല്ലേ? അപ്പോൾ അത് എഴുതുന്നു. 2a മൈനസ് 2b പ്ലസ് 3c is equal to എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് എന്ന് എഴുതുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ലൈക്ക് ടൈംസ് ഓരോന്നായിട്ട്. ആദ്യം എക്സ് സ്ക്വയർ, പിന്നെ എക്സ്, പിന്നെ കോസ് എക്സ്,
പിന്നെ സൈൻ എക്സ്, പിന്നെ കോൺസ്റ്റന്റ്. ഓരോന്നിന്റെ നമ്മൾ അതിന്റെ താഴെയായിട്ട് എഴുതുന്നു. ഓക്കെ, ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് നോക്കി. 3a റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ ഒന്നുണ്ട്, 1 ഉണ്ട് അല്ലേ? അപ്പൊ 3a ഈസ് ഈക്വൽ ടു 1, a ഈസ് ഈക്വൽ ടു 1/2. അടുത്ത എക്സിന്റെ കോഷ്യന്റ് എന്താണ്? -4a + 3b ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എക്സിന്റെ? ഇല്ല, 0. അപ്പൊ 3a സോറി -4a + 3b അല്ലേ? അപ്പൊ എന്താ? -4a ഇൻറ്റു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്, പ്ലസ് 3b ഈസ് ഈക്വൽ ടു 0. അപ്പോ 3b ഈസ് ഈക്വൽ ടു 4/3 എന്ന് കിട്ടുന്നു. ഇതിപ്പുറത്ത് പോകുമ്പോൾ 4/3. ഓക്കെ, അപ്പോ b ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? വെട്ടത്തില്ല, താഴോട്ട് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പൊ b ഈസ് ഈക്വൽ ടു 4/9 എന്ന് കിട്ടുന്നു. ഓക്കെ, അടുത്തത് കോസെക്സിന്റെ അല്ലേ? കോസെക്സ് നോക്കി. കോസെക്സ് നോക്കി, -da + 3d അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2d വരും. അപ്പൊ 2d പ്ലസ് അല്ല 2d മൈനസ് 2e ഈസ് ഈക്വൽ ടു, കോസെക്സിന്റെ ഒരു ടൈം ആണുള്ളത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഏതാ ഇവിടെ കിടക്കട്ടെ കേട്ടോ. അടുത്ത സൈൻ എക്സിനെ നോക്കി. സൈൻ എക്സ് എന്ത് ചെയ്യും? ഇവിടെ -ea + 3 അല്ലേ? അപ്പൊ 2e + 2d, 2e + 2d ഈസ് ഈക്വൽ ടു ഈ 0 എന്ന് വന്നു. കോൺസ്റ്റന്റിന്റെ എന്തുണ്ട്? 2a minus 2b plus 3c is equal to 0. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? കോൺസ്റ്റന്റ് നമുക്ക് അറിയാം, 2a, എയുടെ വാല്യൂ അറിയാലോ. 2 ഇൻറ്റു a എന്തായിരുന്നു? ഓക്കെ, a എന്തായിരുന്നു? 1/3 ആയിരുന്നു അല്ലേ? അപ്പൊ അവിടെ കൊടുക്കണേ. -2 ഇൻറ്റു 4/9 പ്ലസ് 3c is equal to 0. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 3c is equal, ഇതെല്ലാം അപ്പുറത്തോട്ട് പോകുമ്പോൾ 8/9 മൈനസ് 2/3. രണ്ടാമത്തെ ടേബിളിൽ മുകളിലും താഴെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞു. അപ്പൊ 8 - 6 എന്താണ്? 2/9 അല്ലേ? 2/9 എന്ന് കിട്ടും. അപ്പൊ 3c is equal 2/9 ആകുമ്പോൾ c is equal എന്ന് കിട്ടുന്നു 2/, ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ താഴെ വരും അല്ലേ? 9 × 3 27 കിട്ടും. അപ്പൊ നമുക്ക് a കിട്ടി, b കിട്ടി, c കിട്ടി. d യും കിട്ടിയില്ല. d കിട്ടി നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണം. 2 ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഇക്വേഷൻസ് ഞാൻ എഴുതുന്നു. 2d - 2e ഈസ് ഈക്വൽ ടു 1 എന്നാണ് ഒരെണ്ണം. മറ്റേത് കിട്ടിയേക്കുന്നത് 2d + 2e ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയേക്കുന്നത്. മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 2d പോയിട്ട് -4e ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നില്ലേ? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ഒന്ന് വെരിഫൈ ചെയ്തോട്ടെ. 2d - 2e ഈസ് ഈക്വൽ ടു 1, 2d + 2e ഈസ് ഈക്വൽ ടു 0. ഇത് പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ചെയ്താൽ നമുക്ക് യുടെ ഇത് കട്ടായി പോകത്തില്ല. 4d ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതേ ഉള്ളൂ. 4d ഈസ് ഈക്വൽ ടു 1, d ഈസ് ഈക്വൽ 1/4. അപ്പൊ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊടുക്കാം? 2d + 2e ഈസ് ഈക്വൽ ടു 0 എന്നുള്ള അതിനകത്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1/4 + 2e ഈസ് ഈക്വൽ ടു 0. ഇത് വെട്ടിപ്പോയിട്ട് 2 വന്നു. അപ്പൊ 2e ഈസ് ഈക്വൽ ടു 1/2 നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ -1/2 ആയി. അപ്പൊ e എന്താ കിട്ടുന്നു? e ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ? അപ്പൊ -1/4. അപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഒന്ന് എടുത്ത് എഴുതുവാണ്. a എന്ത് കിട്ടി? a 1/3, b എന്ന് പറയുന്നത് 4/9, c എന്ന് പറയുന്നത് 2/27, d എന്ന് പറയുന്നത് പ്ലസ് അല്ലായിരുന്നു, +1/4 ആണ്. e എന്ന് പറയുന്നതാണ് -1/4. e ഈസ് ഈക്വൽ ടു -1/4. ഇനി നമ്മുടെ ട്രയൽ സൊല്യൂഷൻ നമ്മൾ എഴുതി വെച്ചിരുന്നത് എന്തായിരുന്നു? yp ഈസ് ഈക്വൽ ടു x² അല്ലായിരുന്നു. അപ്പൊ ax² പ്ലസ് bx പ്ലസ് ca പ്ലസ് ഓൾറെഡി cy കൊടുത്തു, പിന്നെ d cos x പ്ലസ് e sin x ഇതിനകത്ത് കൊടുക്കുക. അപ്പൊ yp ഈസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്.
അപ്പോൾ 1/3 എക്സ് സ്ക്വയർ പ്ലസ് ബി 4/9 എക്സ് പ്ലസ് സി 2/27 പ്ലസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 കോസ് എക്സ് പ്ലസ് അടുത്തത് -1/4 സൈൻ എക്സ് എന്ന് കിട്ടുന്നു. ഇതാണ് വൈ പി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷനോ y ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പാർട്ടിക്കുലർ ഇന്റഗ്രൽ. വൈ സി എന്തായിരുന്നു? ഒരു സെക്കൻഡ്. ഇ റേസ് ടു എക്സ് c1 cos √2x c2 sin √2x. ഇ റേസ് ടു എക്സ് cos √2x sin √2x കൊടുക്കുവാണ്. ഇ റേസ് ടു എക്സ് c1 cos √2x പ്ലസ് c2 sin √2x പ്ലസ് ഇനി വൈ പി എഴുതിയാൽ മതി. x²/3a പ്ലസ് 4x/9 പ്ലസ് 2/27 പ്ലസ് cos x/4 മൈനസ് sin x/4. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ.